മലയാളി ഫ്രം ഇന്ത്യ കണ്ടു കഴിഞ്ഞപ്പോൾ രാജീവിന് എന്താണ് തോന്നിയത്? എനിക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി പറഞ്ഞിട്ട് എനിക്കും പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. അപ്പം വേറെ വഴിയില്ല. ഞാനങ്ങനെ സത്യമായി 2 ദിവസം ഒന്നും കഴിക്കാതെ പട്ടിണി ഇരുന്നിട്ടുണ്ട്. എവിടെയും കേട്ട് എഴുതിയതാണെന്നുള്ള ഡൗട്ടും താങ്കൾക്കുണ്ട്, ഇനി അവർ കണ്ടെത്തിയതാണെന്നുള്ള ഡൗട്ടും ഉണ്ട്. മോഷ്ടിച്ച് ചിലപ്പോൾ ആയിരിക്കാം, പറഞ്ഞ് കേട്ട് പോയതായിരിക്കാം. ദിലീപും കേട്ടിട്ടുണ്ട്. ദിലീപ് ഏട്ടൻ്റെ ഞാൻ കഥ പറയാൻ പോയിരുന്നു. മൈസാൻ്റെ 2019. നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിൽ സിനിമാ മേഖലയിൽ ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ് മലയാളി ഫ്രം ഇന്ത്യ സിനിമയുടെ കഥ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് നിഷാദ് കോയ രംഗത്ത് വരികയും പിന്നീട് നിർമ്മാതാക്കളുടെ സംഘടനയും ഫെബ്കയും ഇന്നലെ വിളിച്ച യോഗത്തിൽ അത് നിഷാദ് കോയയുടെ കഥയല്ല, അത് മോഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് കൃത്യമായി അവർ കണ്ടെത്തുകയും അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയാണ് ഡിജോ ഒക്കെ ഹാജരായത്. പക്ഷേ ഡിജോ അതിനകത്ത് പറയുന്ന ഒരു പ്രധാനം, ഞാൻ സംവിധായകനാണ്, ഞാൻ എങ്ങനെയാണ് ഒരു കഥ മോഷ്ടിക്കുന്നത്, അത് സ്ക്രിപ്റ്റ് എഴുതുന്നവരാണ് സ്ക്രിപ്റ്റ് നോക്കുന്നത്, എൻ്റെ മേഖലയല്ല. എന്നാൽ നിഷാദ് കോയ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് അപ്പുറം ഡിജോയെയാണ് ടാർഗറ്റ് ചെയ്തതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനെതിരെയായിരുന്നു ഇന്നലെ അടിയന്തര യോഗം കൂടുകയും പിന്നീട് വാർത്താസമ്മേളനം നടക്കുകയും ചെയ്തു. അവിടെയാണ് ഒരു പേര് ഉയർന്നു വന്നു. 2014 മലയാളി ഫ്രം ഇന്ത്യയുടെ കഥയുമായി സാമ്യം ഉണ്ടാകുന്ന ഒരു കഥയുമായി ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായ ഒരു സിനിമയുമായിട്ട് രംഗത്ത് വരികയും പിന്നീട് സിനിമ ചെയ്യാൻ പറ്റാതെ വന്ന് ഏറ്റവും നല്ല പ്രൊഡ്യൂസറായിരുന്ന രജപുത്ര രഞ്ജിത്താണ് ആ സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഈ രാജീവ് എന്നൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു സബ്ജക്റ്റുണ്ട്, അത് ദിലീപ് നായകനായിട്ട് ചെയ്യാനുള്ള സബ്ജക്റ്റായിരുന്നു. ആ കഥയുമായിട്ട് മലയാളി ഫ്രം ഇന്ത്യക്ക് ചെറിയ രീതിയിലുള്ള സാമ്യമുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ രാജീവ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കമൻറ്റുകൾ വരും, രാജീവ് അങ്ങനെ ഒരു രാജീവ് ഇല്ല എന്നാണ് കമൻറ്റ് തൊഴിലാളികൾ പറയുന്നത്. കമൻറ്റ് തൊഴിലാളികളെക്കുറിച്ച് നമ്മൾ പിന്നെ പറയേണ്ട കാര്യമില്ല, അവർക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്. എന്നാൽ ആ തൊഴിലാളി കമൻറ്റ് ചെയ്യുന്ന ആ തൊഴിലാളികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ആ സാധാരണ മനുഷ്യൻ, ആ പച്ചയായ മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന രാജീവാണ്, ഇതാണ് യഥാർത്ഥ രാജീവ്. നമസ്കാരം. ഇത്രയെങ്കിലും എനിക്ക് പറഞ്ഞില്ലെങ്കിൽ മനസ്സും സമാധാനം കിട്ടില്ല. വെറുതെ ഇടുവാൻ രാജീവ് ഇല്ലാന്ന്. രാജീവ് എവിടെ പോയി? ഇരിക്കുന്നില്ല രാജീവ്, അല്ലേ? താങ്കൾ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു അത്, അല്ലേ? താങ്കൾ ഈ സിനിമ 2014 സ്ക്രിപ്റ്റൊക്കെ തീർത്ത് 2015 ഡിജിറ്റൽ തെളിവാകുന്നു, അല്ലേ? അടുത്ത് ഈ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു. തുടക്കം എങ്ങനെയാണ്? തുടക്കം ഞാൻ ശരിക്കും ബഹ്റൈനിലായിരുന്നു. 2007 പോയി. അവിടെ എൻ്റെ റൂംമേറ്റായിട്ട് പാകിസ്ഥാനിയായിരുന്നു മുഹമ്മദ് അസ്കർ. ഞാൻ 2011 തിരിച്ചു വന്നു. വന്ന ശേഷമാണ് ഈ സ്ക്രിപ്റ്റ് കഥ ഡെവലപ്പ് ചെയ്യുന്നത്. 2013 ലാസ്റ്റ് ഡിസംബറിൽ പ്രജിത്തേട്ടനോട് ഈ കഥ പോയി പറയുന്നു. അങ്ങനെ പ്രജിത്തേട്ടൻ പറഞ്ഞു നല്ല സാധനമാണ്, എഴുതി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2014 ഏപ്രിലിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഹാഫ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രജിത്തേട്ടന് കൊടുക്കുന്നു. അത് വായിച്ചപ്പം ആൾക്കത് ഇഷ്ടമായി. പ്രജിത്തേട്ടന് കൊടുക്കുന്നു. ആ സമയത്ത് തന്നെ മുൻ ചെയ്ത സിനിമകളെന്ന് പറഞ്ഞു പ്രേക്ഷകർ പറഞ്ഞോട്ടെ. വടക്കൻ സെൽഫിയുടെ ഡയറക്ടറാണ്. ആ സമയത്ത് സെൽഫിയുടെ എഴുത്ത് നടക്കുന്ന സമയമാണ്. 2015 ആണ് സെൽഫി ഇറങ്ങുന്നത്. ഇത് 2014 ഏപ്രിലാണ്. അപ്പോൾ സെൽഫി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എന്ന രീതിയിലായിരുന്നു. സെൽഫി കഴിഞ്ഞ ശേഷമാണ് 2015 കഴിഞ്ഞിട്ടാണ് രഞ്ജിത്തേട്ടൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ രഞ്ജിത്തേട്ടൻ നമ്മൾ കഥ പറഞ്ഞു, സ്ക്രിപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ രഞ്ജിത്തേട്ടന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ രഞ്ജിത്തേട്ടൻ അഡ്വാൻസ് വന്നിട്ട് പടം നമ്മൾ ലോക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ ശരിക്കും അതിൻ്റെ സ്ക്രിപ്റ്റ് ഫൈനൽ കഴിയുന്ന 2018 അപ്പോൾ ഇതിനിടയ്ക്ക് പ്രീതേട്ടന് വേറെ തെലുങ്കിലുമായിട്ടൊരു പടം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോയി. അങ്ങനെ 2018 നമ്മൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടാണ് ദിലീപ് ഏട്ടൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ ദിലീപ് ഏട്ടൻ സ്ക്രിപ്റ്റ് വായിക്കുമായിരുന്നു, ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു. അതിനുശേഷം ദിലീപ് ഏട്ടന് ഓക്കെ ആയിരുന്നു, അങ്ങനെ ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ പടം ചാർട്ട് ചെയ്തതാണ്. പക്ഷേ പിന്നെ പടം സംഭവിച്ചില്ല, ഇനി നീണ്ടു പോയി. അതാണ് ശരിക്കും സംഭവിച്ചത്. ഇത് താങ്കളുടെ ഒരു ജീവിത കഥയുമായിട്ട് സാമ്യമുണ്ടോ? ഉണ്ട്. ഞാൻ ആ മുഹമ്മദ് അസ്കർ ആയിട്ട് റൂം ഷെയർ ചെയ്തു. അപ്പം നമ്മൾ എഴുതിയ പോലെ അല്ലെങ്കിൽ സിനിമ കാണുന്ന പോലെ അല്ല ശരിക്കും പാകിസ്ഥാനികൾ. അവർക്ക് അവരുടെ രീതി കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചെന്ന സമയത്ത് ഞങ്ങൾ അധികം സംസാരിക്കാറില്ലായിരുന്നു. ഒരു മുറിയിൽ അപ്പുറം ഇവരുടെ 2 കട്ടിൽ, അവനവിടെ ഞാൻ നിൽക്കുന്ന പോലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വർക്കിന് പോകുന്നത്. എനിക്ക് ഹിന്ദി നല്ലോണം അറിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അധികം സംസാരമൊന്നും ഇല്ലായിരുന്നു. പിന്നെ പതിയാണ് ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടായത്. ഇന്നത്തെ ഒരു രസം എന്ന് വെച്ചാൽ നമ്മൾ സൈറ്റിൽ പോകുമ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യൻസ് കാണാറുണ്ട്. അവരെന്നോട് ഹിന്ദി സംസാരിക്കുമ്പം എനിക്ക് ഒരിക്കലും ഇത് മനസ്സിലാകില്ല.
അസ്കർ പറയുന്നത് ഇന്ത്യ എനിക്ക് അറിയത്തുള്ളായിരുന്നു. ഞങ്ങൾ റൂമിൽ ഒരുമിച്ചുള്ളതുകൊണ്ട്. അപ്പം ഞാൻ അസ്കറിനെ വിളിച്ചിട്ട് ചോദിക്കും, അസ്കർ എന്താണ് ഇദ്ദേഹം പറയുന്നത് ചോദിക്കുമ്പോൾ അസ്കർ പോയി സംസാരിച്ചിട്ടാണ് എനിക്ക് തറച്ചത്. അത് ഇന്ത്യക്കാരൻ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് പാകിസ്ഥാനി വേണം, അത്ര അടുപ്പമായിരുന്നു ഞങ്ങൾ തമ്മിൽ. അപ്പം ഞാൻ പറയുന്നത് തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അസ്കറായിരുന്നു. അപ്പം അതുപോലെ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. ഞാൻ പിന്നെ 3 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചിങ്ങ് പോകുന്നു. അത് കഴിഞ്ഞും കോൺടാക്ട് ഒരു 1.5 വർഷത്തോളം എന്നെ മാസത്തിൽ 2 തവണയെങ്കിലും അസ്കർ വിളിക്കുമായിരുന്നു. പിന്നീട് എൻ്റെ സിമ്മ് നഷ്ടപ്പെട്ടു പോയി, പിന്നെ ആ ബന്ധം പോയി. അപ്പോൾ ഈ അസ്കറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ സിനിമയാക്കുന്ന കാര്യം എല്ലാം പറഞ്ഞിരുന്നു. ഞാൻ ഗൾഫിൽ നിർത്തി വരുന്നത് സിനിമയുടെ ഇതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അസ്കറിനോട് പറഞ്ഞു, അവിടെ ഞാനിങ്ങനെ പോവുകയാണ് നിർത്തി. അപ്പോൾ എൻ്റെ അറബിയോട് പറയുന്നില്ല, ഞാൻ ലീവിന് വരുന്ന പോലെ വരുവാണ്, ഞാൻ നിർത്തിയിട്ട് പോവാണ്, സിനിമയാണ്. അപ്പോൾ അവൻ ചോദിച്ചു രക്ഷപ്പെടുവോ സിനിമ പോയിട്ട്? ഞാൻ അറിയില്ല, പരീക്ഷണമാണ് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നീ പോയി നോക്ക്, രക്ഷപ്പെടു അങ്ങനെ പറഞ്ഞു. ഒരിക്കലും ഇത് ഇന്ത്യ പാകിസ്ഥാൻ ഇടുന്ന കാര്യം അന്ന് മൈൻഡിലില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഒരു ഫ്ലോട്ട് നമ്മൾ ഉണ്ടാക്കി 1-2 പേരുടെ അടുത്ത് പറഞ്ഞപ്പോൾ, എൻ്റെ വിഷ്ണു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. അപ്പോൾ അവരാണ് പറഞ്ഞത് ചേട്ടാ ഇതിൽ നല്ലൊരു സിനിമയുണ്ട്, ഇത് ഡെവലപ്പ് ചെയ്യും എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റിലേക്ക് കടക്കുന്നത്. സിനിമ സ്വപ്നമായിരുന്നു? സിനിമ നേരത്തെ തൊട്ട് സ്വപ്നമായിരുന്നു. ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വപ്നമാണ്? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തും വെറുതെ സീനുകൾ എഴുതുമായിരുന്നു. പിന്നെ ഗൾഫിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? ഗൾഫിലേക്ക് പോയത് അന്നേരം ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടെയും ആ ഇന്ത്യയിലെ ഡിസൈൻ കമ്പനി ആർട്ട് ജോലി തന്നെയായിരുന്നു. അങ്ങനെയാണ് പോയത്. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിലും അത് തന്നെയായിരുന്നു. മലയാളി നായകൻ ആർട്ടിസ്റ്റാണ്, ഈ അസ്കറിൻ്റെ ഹെൽപ്പറായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ സ്ക്രിപ്റ്റിൽ ഉപയോഗിച്ചത്. ഹെൽപ്പറായിട്ട് മുഹമ്മദ് അസ്കർ എന്നൊരു പാകിസ്ഥാനി അങ്ങനെയായിരുന്നു ഉപയോഗിച്ചത്. ആർട്ടിസ്റ്റായിട്ടായിരുന്നു ആ സ്ക്രിപ്റ്റ്. അതെ. ഇപ്പം ഈ അതിനുശേഷം ഇത് നടക്കാതെ പോയി, മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല താങ്കൾക്ക്? ആ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം നമ്മളതിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റിന് വേണ്ടി. കാരണം ഇത് എഴുതാൻ ഭയങ്കര പാടുള്ള, എൻ്റെ റിയൽ അനുഭവം എനിക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ലല്ലോ. പിന്നെ സിനിമയാകുമ്പോൾ അതിന് സിനിമാറ്റിക് രീതിയിൽ ഫണ്ട് വേണോ, അല്ല അതിൻ്റെ എല്ലാ രീതിയിലും വേറെ തലമാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ജീവിതത്തിൽ നീട്ടാൻ അപ്പുറമാണ് സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ എഴുതാൻ ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയായിരുന്നു. അതിൻ്റെ സെക്കൻഡ് ഹാഫ് ആയാലും. അപ്പോൾ അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എടുത്തിട്ടുണ്ട്. പിന്നീട് സിനിമ വേണ്ടാന്ന് വരെ ചിന്തിച്ചു അല്ലേ? മടുപ്പ് തോന്നി. അത് കഴിഞ്ഞ് പിന്നെ ഗ്യാപ്പ് ഇട്ടു. അപ്പം പിന്നെ സിനിമയിലുള്ള ആൾക്കാരൊക്കെ വിളിക്കുമായിരുന്നു, ഫ്രണ്ട്സൊക്കെ എഴുതണം എന്ന് പറഞ്ഞിട്ടൊക്കെ. പിന്നെ അങ്ങനെ എഴുത്ത് പതിയെ ബാക്കിൽ ഉണ്ട്. ഇങ്ങനെ 2014 ഇതിൽ വലിയൊരു സ്വപ്നവും എല്ലാം ലോക്കായിട്ട് നടക്കാതെ പോകുമ്പോൾ ഒരു മാനസിക ബുദ്ധിമുട്ട് രാജീവിന് എന്തായിരിക്കും? നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം അന്ന് ഈ സബ്ജക്റ്റ് പറയുമ്പോൾ അതിനൊരു പുതുമയുണ്ടായിരുന്നു. എനിക്ക് അന്ന് ഇവിടെ ആരും അങ്ങനെ സബ്ജക്റ്റ് പറഞ്ഞിട്ടില്ല മലയാളത്തിൽ. അത് കഴിഞ്ഞാണ് വിക്കറ്റ് 47 അങ്ങനെ ഈ പാകിസ്ഥാൻ ഇന്ത്യ ബേസ് ചെയ്ത കഥകൾ വന്നുകൊണ്ട് ഇങ്ങനെ റൂം ഷെയർ ചെയ്യുന്നത് നമ്മുടെ ത്രൂ ഔട്ട് ഇതായിരുന്നു. തുടക്കത്തിൽ ഒരു 10 സീനേ ഉള്ളൂ നാട്ടിലെ ഈ രാഷ്ട്രീയം പരിപാടി. രാഷ്ട്രീയപര ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 10 സീൻ അവിടെയാണ്. അതിൽ ഇങ്ങനൊരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നു. നായകൻ അതിൽ പെടുന്നു. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് വീട്ടുകാർ പറയാണ് നീ ഇവിടുന്ന് പോകണം, മാറി നിൽക്കി എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നതാണ്. അങ്ങനെ പിന്നെ അപ്പം പോകുന്നു. ഈ സിനിമ കണ്ടല്ലോ, ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ കണ്ടു കഴിഞ്ഞപ്പോൾ രാജീവിന് എന്താണ് തോന്നിയത്? എനിക്ക് വിഷമം തോന്നി. പിന്നെ ഭയങ്കരമായിട്ട് വർക്കാകുന്ന സാധനമായിരുന്നു. 10 വർഷം മുമ്പ് എഴുതിയ സാധനമാണ്. അപ്പോൾ ആ റൂമിൽ ഒരു ഇന്ത്യക്കാരനും പാകിസ്ഥാനും റൂം ഷെയർ ചെയ്യുന്നു. അതൊക്കെ പ്രേക്ഷകരെ സംബന്ധിച്ചൊരു പുതുമയുള്ള കാര്യമാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വർക്കാവും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിലേക്ക് ഭയങ്കര വിഷമം തോന്നി. അത് നടന്നില്ലല്ലോ, നമുക്ക് ആ പടം നടന്നില്ലല്ലോ. പിന്നെ ഒരു സമയമാണല്ലോ സിനിമ സംഭവിക്കുക എന്നുള്ളത്. ചിലപ്പോൾ അവർക്കരിക അതിൻ്റെ സമയം. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി. അപ്പോൾ പരാതിയോ മറ്റു കാര്യങ്ങളോ ഞാനിതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതുകയോ അല്ലെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എനിക്കിപ്പോൾ ഇങ്ങോട്ട് കോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഞാൻ രാജീവിനെ ഇന്നലെ വിളിച്ചു. ആദ്യം ഉണ്ണികൃഷ്ണൻ സാറിനെ വിളിച്ചു. ഇങ്ങനെ രാജീവ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ ഒരു അനുഭവമായിരുന്നു. ഞാൻ എഴുതിയതാണ് 2014 എഴുതി, 15 DTP ആക്കിയതാണ്. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫ് ഒക്കെ എഴുതി വന്നപ്പോൾ 18 ആയിട്ടുണ്ട് ഏകദേശം. തിരുത്തലും പരിപാടി ഫൈനൽ ചെയ്യുന്നത് ആ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണനിലുണ്ട്. ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. 2 ദിവസം മുമ്പാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെയും വിളിച്ചിരുന്നു. ഇന്നലെയും വിളിച്ച് സംസാരിച്ചിരുന്നു. എല്ലാവരും കൂടി ഇരിക്കുമ്പോഴും വിളിച്ചിരുന്നു. ഇത് ആണോ ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ രാജീവ് നടന്ന സംഭവങ്ങൾ പറഞ്ഞു. രാജീവ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രസക്തമായ കാര്യം, സിനിമ ഇറങ്ങി നിഷാദ് കോയ എന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കഥ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത്. സിനിമ ഇറങ്ങുന്ന തലേദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്തു. അത് കഥ മോഷ്ടിച്ച ഡിജോയാണെന്ന് പറയുന്നു. സംവിധായകൻ്റെ പേരെടുത്ത് പറഞ്ഞ് വലിയ രീതിയിൽ പ്രശ്നമുണ്ടായി. പക്ഷെ താങ്കൾ 2014 എഴുതിയാണ്. നിഷാദ് കോയ ആ സമയത്ത് ഈ സബ്ജക്റ്റുമായിട്ട് രംഗത്തില്ല. അതാണ് ഏറ്റവും രസകരമായ കാര്യം. അതിനുശേഷമാണ് നിഷാദ് കോയ ഈ സബ്ജക്റ്റുമായിട്ട് വരുന്നത്. നിങ്ങളുടെ സബ്ജക്റ്റിൽ ആ ഒരു ഡയലോഗ് പോലും ഉണ്ടെന്ന് ഇന്നലെ ബി ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾ വാർത്താ സമ്മേളനം അതുപോലും അതിനകത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിഷാദ് കോയ ആദ്യം അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതിൽ എന്താണെന്ന് രാജീവ് ചിന്തിച്ചോ പിന്നീട്? ഇല്ല, അദ്ദേഹം സിനിമ അകത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് പ്രതികരിക്കാനുള്ള ധൈര്യത്തിൽ അല്ലെങ്കിൽ പ്രതികരിച്ചായിരിക്കാം. അതിൻ്റെ സംഭവം എന്താണ് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നെ സംബന്ധിച്ച് 10 വർഷം ആയിട്ടുണ്ട്.
പിന്നെ അവർ ഷൂട്ട് കഴിഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയാണ്. ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് സംഭവം അറിയുന്നത്, ഷൂട്ട് നടക്കുന്ന സമയത്ത്. അന്നേരം പിന്നെ നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം ഒരു സിനിമ എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ അത്രയും കഷ്ടപ്പാടുണ്ട് ആൾക്കാരുടെ. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി പറഞ്ഞിട്ട് എനിക്കും പ്രത്യേകിച്ചൊന്നുമില്ല, ചിലപ്പോൾ അത് സ്റ്റേ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമില്ല. എൻ്റെ സിനിമ നടക്കുന്നില്ല. എനിക്കിപ്പോഴും എൻ്റെ ആഗ്രഹം നമ്മുടെ സിനിമ സംഭവിക്കുക, എല്ലാവരുടെ സിനിമ സംഭവിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിലേക്ക് ഒരു ശ്രമം നടത്തിയില്ല. അല്ല, ഇപ്പോൾ രാജീവിൻ്റെ കഥ മോഷ്ടിച്ചു എന്ന് തോന്നുന്നുണ്ടോ ആരെങ്കിലും? മോഷ്ടിച്ച് ചിലപ്പോൾ ആയിരിക്കാം, പറഞ്ഞ് കേട്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും തോന്നിയതായിരിക്കാം. പക്ഷേ ഇതിനകത്ത് സാമ്യതകൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കഥ തോന്നിയതാകാം. പക്ഷെ ഒരുപാട് സാമ്യതകൾ ഈ 3 എണ്ണത്തിലും ഉണ്ട്. ഈ പറഞ്ഞ 3 ഞങ്ങളുടെ മൊത്തത്തിലുള്ള 3 സ്ക്രിപ്റ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും നിഷാദ് കോയലും ഉണ്ട്, ഇതിലും ഉണ്ട്, നിങ്ങളിലും ഉണ്ട്. ഇവരാരെയും രാജീവിന് അറിയില്ല. എനിക്ക് ഇവരാരെയും പരിചയമില്ല, അറിയത്തില്ല. നിങ്ങളുമായിട്ട് രാജീവുമായിട്ട് ഇരുന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇല്ല. രാജീവുമായിട്ട് ഒരു ഫോൺ കോൾ പോലും ഇവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. അതല്ല എൻ്റെ വാസ്തവം. അപ്പം നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന പല ആളുകളിൽ നിന്നും ഈ കഥ ചിലപ്പം ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാകാം. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ? നമ്മളിപ്പം വേറെ രീതിയിൽ എവിടെയെങ്കിലും ചെല്ലുവാണെങ്കിൽ സംസാരിച്ച് വരുമ്പോൾ ഇങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ ഇങ്ങനെ സബ്ജക്റ്റ് എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അറിയാം ഇത്. അപ്പോൾ അതറിയാം, ഇങ്ങനെ ഇന്നവർക്ക് വേണ്ടി എഴുതിയല്ലേ, കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ അറിയായിരുന്നു. കാരണം ഈ പ്രജിത്തേട്ടനെ രഞ്ജിത്തിനെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അവരുടെ ഒരു സബ്ജക്റ്റ് ചെയ്തത് എല്ലാവർക്കും അറിയായിരുന്നു. അപ്പം അങ്ങനെ പലതും ചെല്ലുമ്പോൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഏതെങ്കിലും ഇത് സംസാരിച്ച് പോയതാണോ അതിന് അവർക്ക് തോന്നിയതാണോ എന്നറിയില്ല. ഇതിനകത്ത് സംസാരിച്ചപ്പോൾ അവർക്ക് തോന്നി അവരുണ്ടാക്കിയ സബ്ജക്റ്റ് ആണോ എന്ന് നമുക്കറിയില്ല. അറിയില്ല ഇതിനകത്ത്. കാരണം ഇവരുമായിട്ട് നമ്മൾ ഫോണിൽ സംസാരിക്കുകയോ നേരിട്ട് കാണുമോ ഒരു ബന്ധമില്ല. നമ്മളും സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ല. ഞാൻ പുറത്തേക്കാണ് ഇപ്പോഴും. അതാണ് ഇഷ്ടം. അവർ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. അതെ, അവർ രണ്ടു കൂട്ടരും സിനിമ ഇൻഡസ്ട്രിയിൽ. താങ്കൾ അതിന്റെ അകത്ത് പോലും ഇല്ലാത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് താങ്കൾ പറഞ്ഞതിൽ നിന്നും എവിടെയെങ്കിലും കേട്ട് എഴുതിയതാണെന്നുള്ള ഡൗട്ടും താങ്കൾക്കുണ്ട്. ഇനി അവർ കണ്ടെത്തിയതാണെന്നുള്ള ഡൗട്ടും ഉണ്ട്. താങ്കൾ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലേ? പക്ഷെ മനസ്സിന് വേദന ഉണ്ടായത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, കണ്ടു കഴിഞ്ഞപ്പോൾ. സിനിമ ആകുന്നു എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് വേദനയില്ല, വിഷമം തോന്നി. പക്ഷെ നമ്മൾ അതിൽ വലിയ കാര്യം വെക്കുന്നില്ല. കാരണം അവിടെ ഷൂട്ട് തുടങ്ങി. അപ്പൊ ഇനി അത് ഉപേക്ഷിക്കുക എന്നുള്ള വഴി. ആ സമയത്ത് മറിഞ്ഞിരുന്നോ? ആ ഷൂട്ട് തുടങ്ങി, ഇങ്ങനൊരു പടം ദുബായിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ഇതാണെന്ന് അറിഞ്ഞില്ല ആദ്യം. അതായത് രാമേന്ദ്ര ബോസ് ആ പടം ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഡിജോയുടെ ഒരു പടം നടക്കുന്നുണ്ട് നിവിൻ്റെ. അതിങ്ങനെ സംഭവം ഞാൻ എറണാകുളത്ത് ചെറിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അത് ഇന്ത്യ പാകിസ്ഥാനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ആ ഗ്യാങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ വിളിച്ചു. അപ്പോൾ സംഭവം ശരിയാണ്, ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അത് വിട്ടു. ഞാൻ പിന്നെ അതിൻ്റെ പുറകിന് പോയില്ല, ആരും വിളിക്കുകയും ചെയ്തില്ല. രഞ്ജിത്തേണ്ണോ പ്രീതണ്ണെ വിളിച്ച് സംസാരിക്കുകയോ ഒന്നും ഞാൻ ചെയ്തില്ല. കാരണം അവർ ഷൂട്ട് തുടങ്ങിയ സാധനമാണ്. സബ്ജക്റ്റ് ആർക്കും വരാം വരാം അല്ലേ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ രാജീവ്? പിന്നെ തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ മാത്രമായിരിക്കത്തില്ല പാകിസ്ഥാനോട് റൂം ഷെയർ ചെയ്തത്, ഒത്തിരി പേര് കാണും. ഗൾഫിൽ സ്വാഭാവിക സംഭവമാണത്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് കിട്ടിയതായിരിക്കാം സബ്ജക്റ്റ്. അങ്ങനെ സംഭവിക്കാം. പിന്നെ ഈ പറഞ്ഞ് പോയി എത്തിയതും ആകാം, എന്ത് വേണമെങ്കിലും ആകാം. കറക്റ്റ് നമുക്ക് സത്യം എന്താണെന്ന് ഇപ്പോഴും അറിയാം. ഏത് രീതിക്ക് വേണമെങ്കിൽ ആകാം അല്ലേ? അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇപ്പോഴും പറഞ്ഞത്, നിഷാദ് കോയ പരാതിയായിട്ട് പോകുന്നു. പരാതി വെച്ചാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം കോടതിയിലേക്കൊന്നുമില്ല, നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് തുടങ്ങുന്നു. ഒരു സിനിമ ഇറങ്ങുന്ന തലേദിവസമാണത്. താങ്കളുടെ ഒരു നല്ല മനസ്സ് കണ്ട് നമ്മളൊരു പരാതിക്കും പോയില്ല എന്ന് താങ്കൾ പറയുമ്പോഴും വേണമെങ്കിൽ താങ്കൾക്കും വേണ്ടി പരാതിക്ക് പോകാം. ഒരു സിനിമയുടെ പിന്നിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് താങ്കൾക്ക് അറിയാമെന്നാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞത്. നമ്മൾ സിനിമയിൽ ഇറങ്ങിയിട്ടില്ലെങ്കിലും അറിയാമെന്ന് പറഞ്ഞു. താങ്കളുടെ ഒരു സ്വപ്ന പദ്ധതി ഇല്ലാതായപ്പോൾ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. അങ്ങനെ ഒരാൾ പരാതിയുമായി പോയതിനു ശേഷമാണ് ഈ ചർച്ചയൊക്കെ വന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ ഫെബ്കായിന്ന് വിളിച്ചതല്ലാതെ നിഷാദ് കോയ അങ്ങനെ ആരെങ്കിലും വിളിച്ച് ബന്ധപ്പെട്ടോ? ഇല്ല, വേറെ ആരും വിളിച്ചിട്ടില്ല. വേറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞവരാരും വിളിച്ചിട്ടില്ല. ആരും വിളിച്ചിട്ടില്ല ഇതുവരെ? ആരും വിളിച്ചിട്ടില്ല. ഈ പ്രജിത്ത് വിളിച്ചോ? പ്രീതണ്ണെ ഞാൻ വിളിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു. പ്രജിത്ത് എന്ത് പറഞ്ഞു? സ്വയമായിട്ടും നമുക്കിനിയും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ആ കാഴ്ചപ്പാടാനായിരുന്നു പ്രജിത്തേട്ടനും. കാരണം അത് തിയേറ്ററിൽ വന്ന് അത് ഞാൻ വിളിക്കുന്നത്. പിന്നെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് സംഭവിച്ചു കഴിഞ്ഞു. പ്രജിത്തിന്റെ അടുത്ത് ചോദിച്ചോ? പ്രജിത്തേട്ടൻ ആരോടെങ്കിലും ഈ കഥ പറഞ്ഞിരുന്നോ? അങ്ങനെ വല്ല ലീക്കായെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു? അല്ല, ആ രീതിയിൽ ഞാൻ ചോദിച്ചിട്ടില്ല. ആ രീതിയിൽ പോകാൻ സാധ്യതയുണ്ടോ എന്ന് അറിയില്ല. കാരണം ഇത് ആ സമയത്ത് പ്രീതയുടെ ഷൂട്ട് തിരക്കായിരുന്നു, സെൽഫിയുടെ ഒക്കെ കുറച്ച് നാൾ. ആ സമയത്ത് അതിൻ്റെ പുറകിലായിരുന്നു. അത് കഴിഞ്ഞാണ് സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ആ രീതിയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ആരും സംസാരിച്ചിട്ടുണ്ടോ എന്ന്. ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് എൻ്റെ സ്വന്തം സബ്ജക്റ്റാണെന്ന് പറയാൻ താങ്കൾക്കാണ് കഴിയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയതുകൊണ്ട് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ. എൻ്റെ അനുഭവം തന്നെ ആയിരുന്നു അത്. ഞാൻ എൻ്റെ റിയൽ ജോലി മുഹമ്മദ് അസ്കർ എന്ന പേര് തന്നെ വെച്ചിട്ടാണ് എഴുതിയത്. പിന്നെ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുണ്ടാവുമല്ലോ, സിനിമാറ്റിക് ആകുമ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അത് തന്നെ പറയാം. അപ്പോൾ താങ്കളുടെ ഒരു അനുഭവം വെച്ച് എഴുതി കഴിയുമ്പോൾ പെട്ടെന്ന് കയറി നിഷാദ് കോയ എന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ സബ്ജക്റ്റാന്ന് പറഞ്ഞപ്പോൾ എന്ത് തോന്നി? അവർ ഈ സബ്ജക്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്തും ഇതേപോലെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ. എനിക്ക് 2021 ചിലപ്പോൾ ഡേറ്റ് ഓർക്കുന്നില്ല.
ഇതുപോലൊരു ഇന്ത്യ പാകിസ്ഥാൻ സബ്ജക്റ്റാണ് അവർ പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് രഞ്ജിത്തേട്ടനെയും പ്രജിത്തേട്ടനെയും വിളിച്ച് പറഞ്ഞു, അപ്പോൾ അല്ല അതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം നമ്മുടെ സ്ക്രിപ്റ്റെല്ലാം ഫൈനലായിരിക്കുന്ന സമയമാണ്, കുഴപ്പമില്ല എന്ന രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് ശരിക്കും അവരുടെ സ്വാഭാവികമായിട്ട് നീണ്ടുപോയി, നമ്മുടെ നീണ്ടുപോയി. അത് കഴിഞ്ഞ് ജയസൂര്യ വെച്ചിട്ട് അവർ അനൗൺസ് ചെയ്തായിരുന്നു ഫേസ്ബുക്കിൽ. അപ്പോൾ നമ്മൾ കണ്ടു അത്. അപ്പോഴും നമ്മുടെ മനസ്സിൽ അന്ന് നമ്മുടെ സംഭവിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഈ പടം ഷൂട്ട് തുടങ്ങി പറഞ്ഞപ്പോൾ നമ്മളത് വിട്ടു. നമ്മുടെ സിനിമ അവിടെ ആ ഇന്ത്യ പാകിസ്ഥാൻ തീർന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇനി അതുകൊണ്ട് മുന്നോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരേ സബ്ജക്റ്റാണ്, പിന്നെ അതിന് പുതുമ നഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ സബ്ജക്റ്റ് ഒരേ സമയത്ത് രണ്ടുപേരുടെ അടുത്തേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ അല്ലേ? നമ്മുടെ നമ്മൾ പറയുന്നത് എങ്ങനെ പോയി എന്നുള്ള നമുക്കറിയില്ല, അറിയില്ല. അതാണല്ലോ എൻ്റെ വാസ്തവം. അതെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സബ്ജക്റ്റ് ചിലപ്പം അവിടെ ജീവിച്ചവർക്ക് ആരിൽ നിന്നുണ്ടാകുന്ന ഒരു ത്രെഡായിരിക്കാം, അത് പിന്നെ കഥയാകാം, ഡെവലപ്പാകാം, അങ്ങനെയും ഉണ്ടാകാമല്ലോ. അങ്ങനെയും താങ്കൾ കൃത്യമായിട്ട് തുറന്നു പറയുന്നുണ്ടോ ഞാൻ ചോദിച്ചു. അങ്ങനെ തന്നെ താങ്കൾ പറയുന്നുണ്ട്. അപ്പം ഈ നിഷാദ് കോയ അങ്ങനെ അനൗൺസ് ചെയ്യുന്നു. അപ്പം താങ്കൾ അറിയുന്നു, പ്രജിത്തിൻ്റെ അടുത്ത് പറയുന്നു, രഞ്ജിത്തിൻ്റെ അടുത്ത് പറയുന്നു. അപ്പം അവർ പറഞ്ഞ മറുപടി ഇതാണ്, നമുക്കതിന് മുമ്പ് തുടങ്ങാൻ പറ്റും എന്ന് പറയുന്നു. അതിനുശേഷം ഈ നിവിൻ പോളിയെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ താങ്കൾ അറിയുന്നു ഇതും ഇന്ത്യ പാകിസ്ഥാൻ സബ്ജക്റ്റാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ താങ്കൾ പ്രജിത്തിന്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് വിളിച്ചില്ലായിരുന്നു, ആരെയും വിളിച്ചില്ല. അത് ഷൂട്ട് തുടങ്ങിയല്ലോ. പിന്നെ നമ്മളതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും നീക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ആരെയും വിളിച്ചില്ല, അത് സംഭവിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം അവരുടെ സമയമായിരിക്കും, ആ സിനിമയുള്ള യോഗം ചിലപ്പോൾ അവർക്ക് ആ സബ്ജക്റ്റ്. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ എന്നാണ് വിചാരിച്ചത്. തിയേറ്ററിൽ വന്നപ്പം ടിക്കറ്റ് ആയത് 2 ദിവസം കിട്ടിയില്ലായിരുന്നു. പിന്നെ എനിക്ക് വർക്കുണ്ട് പകല്, വൈകുന്നേരമാണ് എനിക്ക് ഫ്രീ ആയ സമയത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ കണ്ടത്. ഒരു 4 ദിവസം ഒന്നും ആയപ്പോഴാണ് ഞാൻ കാണുന്നത്. ശരിക്കും കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സീനുകളുമായിട്ട് ഒത്തിരി ഉണ്ടോ? സാമ്യമുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഒരു ഡയലോഗ് വന്നിട്ടുണ്ട്. പിന്നെ ഈ പാകിസ്ഥാനിൽ ഗോവൻ എന്ന് പറയുന്നത് എൻ്റെ നായകനൊരു ഗോവൻ എന്നായിരുന്നു. പിന്നെ അവിടെ ചെന്നിറങ്ങുന്ന മുതലുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ നാട്ടിൽ ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായിട്ടാണ്. ഇതേപോലെ ഒരു രാഷ്ട്രീയക്കാരനാണ്, ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നു, നാട്ടിൽ നിൽക്കാൻ പറ്റാതെ പോകുന്നു. അതൊക്കെ ഇങ്ങനെ സാമ്യത തോന്നി. പിന്നെ ചില സീനുകളുണ്ട്. ഇപ്പോൾ വണ്ടി പോകുമ്പോൾ അതിനകത്തൊരു മലയാളം പാട്ട്, അതൊക്കെ നമ്മുടെ സ്ക്രിപ്റ്റിൽ അന്ന് എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ അത് അറബിയാണ് മലയാളം പാട്ട് ഇട്ട് കൊടുക്കുന്നത് നായകന് വേണ്ടി. അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് സാമ്യമുള്ള. അതിനകത്തൊരു ഫൈറ്റ് ഉണ്ട് ഇപ്പോൾ ഈ സിനിമയിൽ. അതുണ്ടാകുന്ന സാഹചര്യം പോലെ അതിനകത്ത് പുറത്തുനിന്ന് ഒരു ടീം വന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നു, ഇന്ത്യക്കാരും പാകിസ്ഥാനോട് ഒരുമിച്ച് നിന്നിട്ട് അവരെ എതിരിടുന്നു. അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നേരത്തെ ഒരു മലയാളി ഈ പാകിസ്ഥാനെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദേഷ്യമാണ് പുതിയതായിട്ട് വന്ന ഇവനോട് പാകിസ്ഥാനി കാണിക്കുന്നത്. അത് നമ്മുടെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ അതിനകത്തൊരു ക്യാരക്ടറായിരുന്നു. ശരിക്കും പറ്റിച്ച നാൾ പിന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് അയാളെ, ഫോട്ടോ മാത്രമല്ല. അങ്ങനെ അന്നത് അജുവിനെ ആരോ അങ്ങനെ എന്തോ പ്ലാൻ ചെയ്തിരുന്നത് അന്ന്. അങ്ങനെയുള്ള സാമ്യതകൾ വന്നിട്ടുണ്ട്. ഒത്തിരി സാമ്യമുണ്ട്. ഒത്തിരി നല്ല ഈ പറഞ്ഞ പോലെ ചെറിയത്. ബാക്കി പിന്നെ അവരുടെ കഥ വേറെ രീതിയിലാണ് പോകുന്നത്. പാകിസ്ഥാനിലേക്ക് പോകുന്നു, നമ്മുടെ സെക്കൻഡ് ഹാഫ് വേറെ തിരിച്ചായിരുന്നു. പാകിസ്ഥാനി ഇന്ത്യയിലേക്ക് വരുന്ന ആയിട്ടായിരുന്നു. നേരെ തിരിച്ചാണ്. ഇത് പാകിസ്ഥാനിൽ പോകുന്നു, അങ്ങോട്ട് പോകുന്നു, കുട്ടിയെ വൈഫിനെ കാണാൻ പോകുന്നു. അങ്ങനെയാണല്ലോ ഇതിൽ. പിന്നെ ഇതിൽ ഭാസ്കറിന്റെ സഹോദരി ബോംബ് ബ്ലാസ്റ്റിൽ മരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മകൻ മരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അങ്ങനെയുള്ള സാമ്യതകളൊക്കെ ഉണ്ട്. പാകിസ്ഥാനിൽ ബോംബ് സ്ഫോടനത്തിൽ മരിക്കുന്ന സംഭവമായിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സ് എങ്ങനെയാണ് തോന്നിയത്? ക്ലൈമാക്സ് നമ്മളോട് സാമ്യമില്ല. കാരണം സെക്കൻഡ് ഹാഫ് വരുന്നതോറും മാറി. സെക്കൻഡ് ഹാഫ് ഒത്തിരി മാറി. ഫസ്റ്റ് ഹാഫ് 10 സീനുള്ളൂ. ഇവിടെ 10 സീനേ നാട്ടിലുള്ളൂ. ബാക്കി എൻ്റെ ഫുൾ ത്രൂ ഔട്ട് റൂമാണ്. മലയാളിയും പാകിസ്ഥാൻ്റെ റൂം ഷെയർ ചെയ്യുന്ന സാധനങ്ങളാണ് ഫുള്ള്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കുറേ സീനും ഇവർ ആ റൂമിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്ന സംഭവമാണ്. അപ്പം ഇതിന്റെ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ സെക്കൻഡ് ഹാഫ് ഒത്തിരി ആ സിനിമയിൽ മാറുന്നു. ഫസ്റ്റ് ഹാഫിൽ കുറേ സീനുകളില്ല, നമ്മൾ ഉദ്ദേശിച്ച സീനുകൾ ഈ സിനിമയിലില്ല എന്നുമല്ല പറയുന്നത്. കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് സാധനങ്ങളുള്ളൂ, മൊത്തത്തിൽ ഇല്ല എന്നല്ല പറയുന്നത്. എന്നാൽ സാമ്യമുണ്ട്, ഈ പറഞ്ഞ പോലെ കുറേ സാധനങ്ങളുണ്ട്. അതിനകത്ത് ഇതിലിപ്പോൾ കോമഡിയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ ഫണ്ണായിട്ടായിരുന്നു. ഇതിലും ഇവരും ഫൺ റൂട്ടാണ് പിടിച്ചേക്കുന്നത്. പിന്നീട് സീരിയസിലേക്ക് പോവാണ്. അതെ, അതാണല്ലോ ഈ സിനിമ. അങ്ങനെ തന്നെയാണ് നമ്മളും പിടിച്ചിരുന്നത്. പക്ഷെ അതിന്റെ കുറെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് ഓരോ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കഴിവിൽ വ്യത്യാസം വരുത്തുന്നു. അതെ, ഓരോരുത്തരും ഓരോ സബ്ജക്റ്റിനെ സമീപിക്കുമ്പോൾ അവരുടെ രീതിയിൽ മാറും. ഡയറക്ടറായാലും എഴുത്തുകാരനായാലും അവരുടെ കാഴ്ചപ്പാട് വെച്ച് എഴുതത്തുള്ളൂ. ഒരു സബ്ജക്റ്റ് 10 എഴുതിയ 10 രീതിയിലായിരിക്കും. അപ്പം അങ്ങനെ സ്വയമായിട്ട് മാറും. അത് മാറും. നിങ്ങൾക്ക് ഈ പറഞ്ഞ ആളുകളെ ആരെയും അറിയില്ല? ഇല്ല, ഇവരൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂ കാണുകയും ഇവരുടെ സിനിമകൾ കാണുകയും ചെയ്തിട്ടുണ്ട്, അല്ലാതെ അറിയത്തില്ല. ലിജോയെ അറിയോ? ഇല്ല, ഞാനിങ്ങനെ ഇന്റർവ്യൂവിൽ കണ്ടിട്ടുള്ള ആളെ. അദ്ദേഹം ചെയ്ത സിനിമകൾ കാണും, എല്ലാം കാണും. ജനഗണ ഒക്കെ കണ്ടായിരുന്നു? കണ്ടു, തിയേറ്ററിൽ പോയി കണ്ടു. ഇഷ്ടപ്പെട്ടാണോ സിനിമ? ഇഷ്ടപ്പെട്ടാണ്. അദ്ദേഹം ആദ്യം ചെയ്തത് ക്യൂനാണ്, അതും തിയേറ്ററിൽ പോയാണ് കണ്ടത്. ഈ സിനിമയും തിയേറ്ററിൽ പോയി ഉണ്ട്. ഇപ്പൊ ഡിജോയുടെ പേരിലേക്കാണ് ആരോപണം വന്നത്. ഈ നിഷാദ് കോയ അദ്ദേഹത്തെയാണ് ആരോപിച്ചത്. അദ്ദേഹമാണ് കഥ മോഷ്ടിച്ചത്. അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ പറയും, ഞാനൊരു ഡയറക്ടർ മാത്രമാണ്, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം സ്ക്രിപ്റ്റ് റൈറ്ററാണ് അല്ലേ.
സ്ക്രിപ്റ്റ് എഴുതുന്നു, എൻ്റെ അടുത്ത് വരുന്നു, ഞാൻ കഥ കേൾക്കുന്നു, നമ്മൾ പ്രൊഡ്യൂസറിനെ സമീപിക്കുന്നു, പ്രൊഡ്യൂസർ ഓക്കെ പറയുന്നു, ചെയ്യുന്നു പറയും. ഇപ്പം അതുപോലെ തന്നെയാണ് താങ്കൾ ഈ കഥ എഴുതുന്നു, താങ്കളെ ഡയറക്ടറെ കൊണ്ട് കേൾപ്പിക്കുന്നു, പ്രജിത്തിനെ കൊണ്ട് കേൾപ്പിക്കുന്നു, പ്രജിത്ത് നിങ്ങളും കൂടി നിർമ്മാതാവിനെ കാണുന്നു, നിങ്ങൾ നടന്മാരെ ലോക്ക് ചെയ്യുന്നു. അവിടെയും നിങ്ങളുടെ സ്ക്രിപ്റ്റാണ് നിങ്ങൾ പറയുന്നത്, പ്രജിത്തിൻ്റെ അല്ല. അത് ഏത് റൂട്ടിലേക്കാണ് നിങ്ങൾ ചിന്തിക്കുക? ഇപ്പം ഇവിടെ ഡിജയെ കുറ്റത്തിൽ നിർത്തുമ്പോൾ ഡിജോ ഇതിൽ കുറ്റക്കാരനായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അതറിയില്ല. ഇപ്പം നമ്മളൊരു കഥയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംവിധാനത്തിൻ്റെ ഇടപെടൽ അതിനകത്ത് ഉണ്ടാകും. പിന്നെ അത് പുള്ളിയുടെ ഒരു റൂട്ടുണ്ടല്ലോ, നമ്മൾ ശരിക്കും പിന്നെ പോകുന്ന അതിലേക്കായിരിക്കും. നമ്മളിത് കംപ്ലീറ്റ് എഴുതിക്കൊണ്ട് പോവാണ്, പൂർണ്ണമായിട്ട് എഴുതിക്കൊണ്ട് പോകുന്നു. പിന്നെ അതിനകത്ത് വരുന്ന നമ്മുടെ റൂട്ടിൽ കൂടെ സംവിധാനം സഞ്ചരിക്കാം, എഴുത്തുകാരൻ്റെ റൂട്ടിൽ കൂടെ നമ്മളൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംവിധാനം പറയുന്ന റൂട്ടിൽ കൂടെ നമ്മൾ പോകണം. നമ്മൾ ഫുൾ സ്ക്രിപ്റ്റായിട്ടാണ് പോകുന്നതെങ്കിൽ പക്ഷേ അയാളുടേതായ തിരുത്തലുകൾ അതിനകത്ത് കൊണ്ടുവരും. അപ്പം പ്രജിത്തേട്ടനും ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അത് നല്ലതാണ് എന്ന് തോന്നി നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സംവിധാനൻ്റെയും എഴുത്തുകാരൻ്റെയും കൂടെ ആണ് ഒരു സിനിമ കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ്. പക്ഷേ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഉത്തരവാദിത്തം മൊത്തം എഴുത്തുകാരനുണ്ട്. അയാളാണല്ലോ ഈ സബ്ജക്റ്റ് തോന്നുന്നത്, അയാളുടെ സ്വപ്നമാണല്ലോ, അദ്ദേഹമാണല്ലോ സ്വപ്നമായിട്ട് എഴുതുന്നതും, അയാളുടെ മനസ്സിൽ തോന്നുന്ന ആ എലമെന്റ് ആണല്ലോ അയാൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്നത്. അങ്ങനെയല്ല, അത് കൃത്യമാണ്. ഞാൻ ചോദിച്ചതും കൃത്യമാണ്. അത് മാറ്റങ്ങൾ വരുത്താൻ ഒരു സംവിധാനം കഴിയും. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് മോഷണം പോയി എന്ന് പറയുമ്പോൾ, ഒരാൾ പറയുമ്പോൾ, ആരോപിക്കുമ്പോൾ അത് ശരിക്കും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ മേളിലേക്കല്ലേ വിരൽ ചൂണ്ടപ്പെടുക? അതെ, അങ്ങനെയല്ല വരുക. ഡയറക്ടറിന്റെ മുഖത്തേക്കല്ലോ വിരൽ ചൂണ്ട. അവരത് അന്വേഷിക്കേണ്ട കാര്യമാണ്, അന്വേഷിക്കണം. ഇത് സത്യസന്ധമായി അവർ ചെയ്യാൻ പോകുന്ന പടമാണ്. കാരണം അല്ലേ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല, വിവാദമാകും, പിന്നെ ചിലപ്പോൾ അത് സിനിമയെ തന്നെ ബാധിക്കും. അപ്പം അതിനകത്ത് സത്യമുണ്ടോ നേരത്തെ അറിയാമെങ്കിൽ അത് അന്വേഷിക്കണം. അതിനെക്കുറിച്ച് അവർ തമ്മിലുള്ള വിഷയം നമുക്ക് അറിയില്ല, അന്വേഷിക്കേണ്ട ബാധ്യത ഉണ്ട്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട താങ്കൾക്കുണ്ടായ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞ് സിനിമ നടക്കാതെ പോയി. പിന്നീട് സിനിമ സംഭവിക്കുന്നു. സിനിമ കാണുമ്പോൾ താങ്കളുടെ മാനസികാവസ്ഥ വലുതാണ്. അത് എനിക്ക് താങ്കളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത് വലിയൊരു മാനസികാവസ്ഥയാണ്. എത്ര വർഷത്തെ അധ്വാനമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി, എത്ര വർഷമാണ് അല്ലേ? ഒരു കുടുംബം പോലും ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടായി വരും സിനിമയ്ക്ക് ഇറങ്ങി തിരിച്ചാൽ. ശരിയാണ് ഞാൻ പറയുന്നത്? അങ്ങനെ വേണ്ട അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഞാൻ ഇവിടുന്ന് എഴുതാൻ പോകുന്ന അന്ന് എനിക്ക് പെയിന്റിങ്ങിന്റെ വർക്കായിരുന്നു. ഒരു 10 ദിവസം കണ്ടിന്യൂ ജോലി ചെയ്തിട്ട് അതിൻ്റെ ഒരു പകുതി പൈസ വീട്ടിൽ കൊടുത്തിട്ട് ആ പകുതി പൈസ ആയിട്ട് ഞാൻ എറണാകുളത്ത് പോയിരുന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നസീർ എന്ന് പറഞ്ഞിട്ട്, ശരിക്കും അവിടെ പോയിരുന്നാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ ഞാൻ കുറേ പച്ചക്കറി അരി സാധനമെല്ലാം മേടിച്ചിട്ട് പോയി അവിടെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തു. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ശരിക്കും ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ ഞാൻ കറി വെച്ചുകൊണ്ടിരിക്കുക, സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ ഞാൻ നസീർ എന്ന് പറഞ്ഞ ആളെ വിളിച്ചപ്പോൾ പുള്ളി ഇവിടെ ഇല്ല, പുറത്താണ്, എത്താൻ പറ്റത്തില്ല, ഒരാഴ്ച കഴിയും സിലിണ്ടർ എത്തിക്കാനായിട്ട്. അപ്പം നമുക്ക് പിന്നെ അവിടെ വേറെ ആരും പരിചയമില്ല എനിക്ക് അന്ന്. അപ്പം വേറെ വഴിയില്ല. ഞാനങ്ങനെ സത്യമായി 2 ദിവസം ഒന്നും കഴിക്കാതെ പട്ടിണി ഇരുന്നിട്ടുണ്ട്. അവിടുന്ന് ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞിട്ട്, അവൻ ചെങ്ങന്നൂരായിരുന്നു, ഈ ഭട്ടു എന്ന് പറഞ്ഞേ, വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവൻ വന്നിട്ടാണ് എനിക്ക് ഫുഡ് മേടിച്ച് തരുന്നതും കുറച്ച് പൈസ തന്നിട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോഴും എനിക്ക് പരിചയക്കുറവാണ് സിനിമയിൽ. ഈ പറയുന്ന പ്രജിത്തേട്ടൻ, രഞ്ജിത്തേട്ടൻ, നാദിഷേഖ, അങ്ങനെ കുറച്ചുപേരെ അറിയത്തുള്ളൂ, എന്നെ വിളിക്കുകയും കോൺടാക്റ്റുള്ള. അധികമായിട്ടും ഇല്ല. ഞാൻ കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജോലിയായിട്ട് ഇങ്ങനെ നടക്കുവാണ്. എന്തെങ്കിലും ഒരു ഫോൺ വിളി വരുമ്പോഴാണ് പോകുന്നത് അങ്ങോട്ട്. അപ്പോൾ അധികമായിട്ടും കമ്പനിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഒരുപാട് ശരിക്കും ഒത്തിരി അലഞ്ഞിട്ടുണ്ട് ഇതിനു വേണ്ടി. ഒരു DTP എടുക്കാനൊക്കെ ആയിട്ട് ഞാൻ ഒരു പാടുപെട്ടിട്ടുണ്ട്. ഇതിൻ്റെ യാത്രകളായാലും എല്ലാം ഒരുപാട് ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത്, ഈ വർഷങ്ങൾക്കുള്ളിൽ. 2 ദിവസം പട്ടിണി നടക്കേണ്ടി വന്നു. ആ 2 ദിവസം കണ്ടിന്യൂ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന സാഹചര്യം വന്നു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെയാണ് സംഭവം, ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ശരിക്കും ചെങ്ങന്നൂരാണ്. അവനൊപ്പം അവിടെ ഉള്ളൊരു ഫ്രണ്ട് ഉണ്ട്, അഖിൽ എന്ന് പറഞ്ഞിട്ട്. ഈ അഖിലിനെ വിളിച്ചിട്ടാണ്, അഖിലാണ് എനിക്ക് പൈസയും കൊണ്ട് വരുന്നത്. ഒരു ദിവസം നൈറ്റ് നോർത്തിൽ വെച്ചാണിത്. അങ്ങനെ പൈസ കൊണ്ട് തന്നു. അങ്ങനെ ശരിക്കും ഞാൻ ആ 2ാമത്തെ ദിവസമാണ് ഫുഡ് കഴിക്കുന്നത്. വെള്ളമൊക്കെ ഉണ്ടായിരുന്നു? വെള്ളം അവിടെ ഉണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യം കാരണം ഞാൻ കൊണ്ടുവന്ന പൈസയ്ക്ക് മൊത്തം സാധനം മേടിച്ച് വെച്ചു. പിന്നെ വണ്ടിക്കുള്ള പൈസ ഉണ്ടോ, അത് ഞാൻ ആദ്യ ദിവസം എടുത്തു. പിന്നെ നമുക്ക് കയ്യിൽ പൈസ ഇല്ല. അന്ന് ഈ ഗൂഗിൾ പേ പരിപാടി, വാട്സപ്പ് അതൊന്നും ഇല്ലാത്ത സമയമാണ്, നേരിട്ടുള്ള ഇടപാട് മാത്രമാണ്. അങ്ങനെ പിന്നെ അവൻ വന്നിട്ടാണ് ശരിക്കും ഞാൻ ഫുഡ്. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു വേണ്ടി. അപ്പോൾ അവിടെ താമസിക്കുന്ന വാടകയൊക്കെയോ? അത് ഈ നസീർ എന്ന് പറഞ്ഞ ആളാണ് കൊടുക്കുന്നത്. പുള്ളി എടുത്തിട്ടിരിക്കുന്ന ഫ്ലാറ്റായിരുന്നു. ശരിക്കും ഇന്ത്യ പാകിസ്ഥാൻ്റെ ഏകദേശം ഐഡിയാസ് മൊത്തം ഞാൻ അവിടെ ഇരുന്നാണ് എഴുതുന്നത്. കാരണം ഫുൾ ആദ്യം പ്രീതൻ്റെ കണ്ടു, പിന്നെ ഇത് എഴുതിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഞാൻ വിളിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് എഴുതാനുള്ള സ്ഥലം വേണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ അപ്പോൾ ഇങ്ങനെ സ്ഥലം ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്ന് എഴുതി. അങ്ങനെ അതുമായിട്ടാണ് പോകുന്നത്. 15 ദിവസം പെയിന്റിങ്ങിന് വിട്ടാൽ പൈസ പകുതി വീട്ടിൽ കൊടുത്ത് പകുതിയായിട്ട് പോകുന്നു. അപ്പോൾ വീട്ടിലെയും പൈസ തീരില്ലേ? അല്ല, അവിടെ അപ്പം വേറെ വരുമാന മാർഗമുണ്ട്. എങ്ങനെയൊക്കെ കാര്യങ്ങൾ നീങ്ങും തട്ടിമുട്ടിയാലും. അവർക്കറിയാമല്ലോ ഇങ്ങനെ എഴുതാൻ പോയിരിക്കുകയാണ് എന്ന കാര്യങ്ങൾ. എന്ത് പറഞ്ഞു വൈഫൊക്കെ? അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ എന്ത് പറഞ്ഞു?
അവർക്കും വിഷമമുണ്ട്. കാരണം ഇപ്പം 2 കുട്ടികളായി. എനിക്കിപ്പം കൂടുതൽ സമയം ജോലിക്ക് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ സിനിമയുടെ പുറകെ നടക്കാറില്ല. ഇങ്ങനെ ആരിലൊക്കെ വിളിക്കാറുണ്ട് കഥയുണ്ടെന്ന് വെച്ചിട്ട്. വിശ്വാസം പോയി അല്ലേ? നമ്മളൊരു പുതിയ ആളെന്ന രീതിയിൽ ഒരു വിശ്വാസം പോയി. എന്താ സംഭവിക്കുന്നത് ശരിക്കും മനസ്സിലായില്ല. അന്ന് ഇത് രജിസ്റ്റർ ചെയ്യണം അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു അല്ലേ? ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ല. ഞാൻ ഇത് മെയിലിൽ കിടപ്പുണ്ട്. കാരണം 2014 ഞാൻ കൈയെഴുത്താണ്. 2015 DTP ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിജിറ്റൽ തെളിവായിട്ട് അതുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. 2015 DTP എടുത്തത് നമ്മുടെ കയ്യിലുണ്ട്. എഴുതിയ സ്ക്രിപ്റ്റൊക്കെ പോയി. കൈയെഴുത്ത് അത് പോയിട്ടുണ്ട് എൻ്റെ 14 എഴുതിയത്. അത് കളയുവാണോ ചെയ്തത്? അല്ല, വീട്ടിൽ കാണും, തപ്പി എടുക്കേണ്ടി വരും. അത് ഉപേക്ഷിച്ചപ്പോൾ പിന്നെ തപ്പണ്ട വന്നില്ല. നടക്കില്ല എന്നുള്ള വന്നപ്പം നമ്മൾ ഉപേക്ഷിച്ചല്ലോ. പിന്നെ ഫോണിലുണ്ട്, മെയിലിൽ കിടപ്പുണ്ട് സ്ക്രിപ്റ്റ് DTP. പിന്നെ നമ്മൾ അതേലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഈ ഗൾഫിൽ എന്തായിരുന്നു ജോലി? അവിടെ ആർട്ട് വർക്കായിരുന്നു. അല്ല, അവിടെ എങ്ങനെയാണ് സാലറി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സാലറി ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. അതിന് പോകുന്ന സമയത്താണ് ഇട്ടെറിഞ്ഞിട്ട് വരുന്നത്. ഞാനന്ന് 21ാമത്തെ വയസ്സിലാണ് പോകുന്നത്. ഞാനൊരു 3-4 വർഷം നിന്നിട്ട് തിരിച്ചു വന്നു. സിനിമയുള്ള സ്വപ്നം കൊണ്ടെല്ലാം കുഴിച്ചിട്ട് തിരിച്ചു വന്നതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ നടന്നു ഇങ്ങനെ. അപ്പോൾ ഇത് സംഭവിക്കും എന്നാണ് നമുക്ക് തോന്നിയത്. കാരണം എഴുതിയത് വായിച്ചിട്ടായിരുന്നു ഇത് മോശമാണ്, അല്ലെ നിനക്ക് എഴുതാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല, നല്ലതാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ചിത്തേട്ടനാലും ഇത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറം നീ എഴുതിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്ന രീതിയിൽ. ദിലീപേട്ടൻ വായിച്ചിട്ട് പറഞ്ഞ അതുപോലെ തന്നെ ആയിരുന്നു, നല്ല സ്ക്രിപ്റ്റാണ്, ഞാനല്ല നായകൻ, പാകിസ്ഥാനിയാണ്, പക്ഷെ നമുക്കിത് ചെയ്യാൻ ചേട്ടൻ നല്ല സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് ദിലീപേട്ടനും ദിലീപും കേട്ടിട്ടുണ്ട് സ്ക്രിപ്റ്റ്. ദിലീപേട്ടൻ്റെ അടുത്ത് ഞാൻ കഥ പറയാൻ പോയായിരുന്നു. ഊട്ടിയിൽ മൈസാൻ്റെ 2019 കഥ പറയുന്നത്. മൈസാൻ്റെ അവിടെ വെച്ചാണ് കഥ പറയുന്നത്. ഓക്കെ, അവിടെ വെച്ചാണ് കഥ പറയുന്നത്. അന്ന് നിർമ്മാതാവ് നിഷാദ് കോയാണ്. അവർ പ്രൊഡക്ഷനുള്ള സമയമാണത്. അപ്പോൾ അവിടെ നിന്നും വേണമെങ്കിൽ ലീക്കാകാം. അല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അല്ല, ഇപ്പം പറഞ്ഞു വന്നപ്പം മൈസാൻ്റെ എന്ന് പറയുമ്പോൾ നിഷാദ് കോയ അവിടുത്തെ പ്രൊഡ്യൂസറാണ് ആ സിനിമയുടെ. 2019 ഇവരൊരുമിച്ച് ചെയ്യുന്ന സിനിമയാണ്. അതെ, അവിടെ വെച്ച് ഷെയറിംഗ് നടന്നോന്ന് എനിക്കറിയില്ല. അല്ല, നമ്മൾ എവിടെയും ഷെയറിംഗ് നടന്നെന്ന് പറഞ്ഞിട്ടില്ല താങ്കൾ കേട്ടോ. ഞാൻ തന്നെ എല്ലാം പറഞ്ഞത്. താങ്കൾ ഒരു സ്ഥലത്തും ഷെയറിംഗ് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവർ കേട്ട കഥയായിരിക്കുമോ ചിലപ്പോൾ ചെയ്തിരിക്കുന്നത്. താങ്കൾ അങ്ങനെയാണ്, താങ്കൾ ഒരിക്കലും ഷെയറിംഗ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടാകാം, അങ്ങനെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചിലപ്പം പാകിസ്ഥാനും മലയാളി ഒരുമിച്ച് താമസിച്ച ഒത്തിരി ആളുകളുണ്ട്, അവരുടെ നിന്നും ഇവർക്ക് ഉണ്ടാകാം. എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? താങ്കൾ പറഞ്ഞു എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞാൻ സ്ഥാപിച്ചെടുക്കുന്നുമില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞു വന്നപ്പോൾ, കറങ്ങി വന്നപ്പോൾ എനിക്ക് അവിടെ എത്തി. നിങ്ങൾ എവിടെ വെച്ച് കണ്ടു എന്ന് പറയുമ്പോൾ അന്ന് പ്രൊഡ്യൂസർ നിഷാദ് കോയാണ് അവിടെ ആ സിനിമയുടെ. പക്ഷേ അദ്ദേഹത്തെ അവിടെ വെച്ച് കാണുകയും ചെയ്തില്ലായിരുന്നു. അല്ല, നിങ്ങൾ കണ്ടില്ല? ദിലീപിന്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട്. അതെ, മൈസാന്റെ ലൊക്കേഷൻ. ഞാൻ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു ഊട്ടിയിൽ. ആദ്യത്തെ ദിവസം അവിടെ ഫുൾ ഉണ്ടായിരുന്നു. 2ാമത്തെ ദിവസമാണ് കഥ പറയുന്നത് ദിലീപിൻ്റെത്. ആ ദിവസം എന്തോ തിരക്കൊക്കെ ആയിരുന്നു. നമുക്കിപ്പോൾ അടുത്ത ദിവസം കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഞാൻ കഥ പറയുമായിരുന്നു. കഥ പറഞ്ഞു വെച്ചാൽ അന്നാണ് കഥ പറയുന്നത് ദിലീപിന്റെ അടുത്ത്. കഥ പറഞ്ഞാൽ ഞാൻ കഥ പറയാൻ ഭയങ്കര മോശമായിരുന്നു. അപ്പം കഥ അതിനു മുമ്പ് നിങ്ങൾക്കും പ്രജിത്തിനും അറിയുള്ളൂ. അല്ല, ദിലീപേട്ടനോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ദിലീപിന്റെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രജിത്തിനും നിങ്ങൾക്കും അറിയാം. പിന്നീട് നേരിട്ട് പോയി ദിലീപിന്റെ അടുത്ത് ഇരിക്കുന്നു. മൈസാൻ്റെ സിനിമാ ലൊക്കേഷനിൽ പോയി 2 ദിവസം നിന്നിട്ട് 2ാമത്തെ ദിവസം കഥ പറയുന്നു. നിങ്ങൾ പറഞ്ഞ കഥ പറയാൻ വളരെ മോശമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ പിന്നീടാണ് അത് ഫലിപ്പിച്ചെടുക്കുന്നത്. അല്ല, ദിലീപേട്ടൻ സ്ക്രിപ്റ്റ് എടുത്ത് വായിക്കുമായിരുന്നു. ഞാൻ കഥ പറഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ട് ശരിക്കും ആൾ ഉറങ്ങിപ്പോയി. അത് സ്ക്രിപ്റ്റ് കൊടുത്തിട്ടാണോ? അത് അല്ല, ഞാൻ അവിടെ ഇരുന്നു. എന്നെ തിരിച്ചു കൊണ്ടുവന്നോ? കൊണ്ടുവന്നു. ഇതുപോലെ ചെയറിട്ട് ഇരുന്നിട്ട് അപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് അങ്ങ് എടുത്തു ദിലീപേട്ടൻ. എന്നിട്ട് ഒറ്റ സ്ക്രിപ്റ്റ് അങ്ങ് വായിച്ചു, മൊത്തം വായിച്ചു. ആ സമയത്ത് അവിടെ എന്തോ ബ്രേക്ക് ആയിരുന്നു. എത്ര സീൻ ഉണ്ടായിരുന്നു അന്ന്? ശരിക്കും ഫസ്റ്റ് ഹാഫ് ഫുൾ സ്ക്രിപ്റ്റും സെക്കൻഡ് ഹാഫ് സീൻ ഓർഡർ ആയിരുന്നു. ഒരു 80-100 പേജിനടുത്ത് വരും. 100 പേജിന് ഒറ്റയിരിപ്പിന് ദിലീപ് വായിച്ചു. ഒറ്റയിരിപ്പിന് വായിച്ചു. നിങ്ങൾ 2ാമത്തെ ദിവസം വായിച്ചിട്ട് നിങ്ങളിങ്ങ് പോന്നു. രാജീവ് പോന്നു. എന്നോട് പറഞ്ഞു സംഭവം ഒക്കെയാണ്, ഞാൻ രഞ്ജിത്തേട്ടനോട് സംസാരിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജിത്തേട്ടനെ അന്ന് രാത്രി തന്നെ വിളിച്ചു ദിലീപേട്ടൻ. ആയിട്ട് പറഞ്ഞു, ചേട്ടാ നമുക്കിത് ചെയ്യാം, നല്ല സംഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ രഞ്ജിത്തേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ദിലീപ് ഓക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. ഞാൻ അടുത്ത ദിവസം രാവിലെ തിരിച്ചിങ്ങ് പോന്നു. ഊട്ടിയിൽ നിന്ന് തിരിച്ചു പോകുന്നു അല്ലേ? ഇവിടെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് പോകുന്നുണ്ടോ? ഇപ്പം റൂട്ടൊന്ന് കറങ്ങി തിരിഞ്ഞ് പോകുന്നുണ്ട്. റൂട്ട് കറങ്ങി തിരിഞ്ഞ് പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആരൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, അവരൊക്കെ എങ്ങനെ എത്തുന്നു എന്നുള്ളതൊന്ന് തെളിഞ്ഞു വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞു വന്നപ്പോൾ. ആ രീതിയിലെ കാര്യങ്ങൾ എനിക്കറിയില്ല ഇപ്പോഴും. അല്ല, എനിക്ക് തോന്നി, കാണുന്ന പ്രേക്ഷകർക്ക് തോന്നും അത് എങ്ങനെയാണ്. അദ്ദേഹമാണല്ലോ ആദ്യം പരാതി, നിഷാദ് കോയാണെന്ന് ആദ്യം പരാതിയായിട്ട് വന്നത്. ആ വന്ന റൂട്ട് ഇപ്പം എങ്ങനെയാണെന്ന് തെളിയുവാണ്. ചിലപ്പോൾ അറിയില്ല നമുക്ക് എങ്ങനെ തെളിയുന്നത്, നമുക്കിതറിയില്ല. എനിക്കിപ്പോഴും ഉള്ള സഹതാപവും സങ്കടവും ദുഃഖവും ഉള്ളത് താങ്കളിൽ തന്നെയാണ്.
താങ്കളുടെ ഒരു അനുഭവം തന്നെയാണ് എഴുതിയത്. ആ കഥയിൽ പല സംഭവങ്ങളും ഇപ്പോൾ ഇറങ്ങിയ സിനിമയിലുണ്ടെന്ന് താങ്കൾ പറയുമ്പോൾ മാറ്റിയിട്ടുണ്ടെന്ന് താങ്കൾ പറയും. അത് താങ്കൾ സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ട് പറയുന്നു അല്ലേ? താങ്കൾ ഒരു പരാതിയായിട്ട് പോയിട്ടില്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും വിളിച്ചില്ല. താങ്കളെ തേടിയാണ് ഇപ്പം മലയാള സിനിമാ മേഖലയിൽ എല്ലാവരും വന്നു. ഞാനും താങ്കളെ തേടി ഇവിടെ എത്തിയില്ലേ? ഞാൻ എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തി. അപ്പോൾ താങ്കൾ ഇതിനകത്തൊരു ഭാഗമാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ വരുന്നത്. അതെ. അപ്പം റൂട്ടുകൾ പല രീതിക്കും പോയിട്ടുണ്ട് എന്ന് ഏറെക്കുറെ തെളിഞ്ഞ ചിത്രങ്ങളായി വരുന്നുണ്ട് എന്ന് എനിക്കിപ്പോൾ നമ്മൾ ഫൈനലിൽ എത്തുമ്പോൾ അങ്ങനെ വരുന്നു, എൻ്റെ മനസ്സിൽ വരുന്നു. ഇനി എന്തായാലും ഇനി സിനിമ ചെയ്യുമോ? തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. കഥകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത പെട്ടിയിൽ വെക്കുക, ഒരു സ്ഥലത്തും കൊണ്ട് കേൾപ്പിക്കരുത് കേട്ടോ. എല്ലാം ലോക്കായിട്ട് കേൾപ്പിക്കുക. ഇതാണ് ഇൻഡസ്ട്രി എന്ന് മനസ്സിലായില്ലേ? രജിസ്റ്റർ ചെയ്യണം ആദ്യമേ. അതിനെക്കുറിച്ച് അറിയുമോ? ഞാൻ നേരത്തെ മനസ്സിലായി. ആദ്യം ചേംബറിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യണം, പേരും കഥയും ലോക്കാക്കണം. എവിടെയും തെളിവാകും. അപ്പോൾ നമുക്ക് എവിടെയും പോരാടാൻ പറ്റും. താങ്കൾക്ക് പുതിയ ആൾക്കാരാണ്, എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഉണ്ടാവില്ല കൂടെ. അപ്പോൾ അത് ചേംബറിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യുക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോയി രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് ഇനി കഥ ആരെങ്കിലും വായിച്ച് കേൾപ്പിക്കുള്ളൂ. ഇപ്പോൾ ആരെങ്കിലും കേൾപ്പിച്ചോ വായിച്ച്? ഒന്നിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്നു. അതിങ്ങനെ ഫൈനലായിരിക്കുവാണ്, ഏകദേശം ലോക്കായിരിക്കുവാണത്. ലോക്ക് അവർക്ക് മുമ്പിലായിട്ടുള്ളൂ, നിയമപരമായിട്ട് ലോക്കായിട്ടില്ല കേട്ടോ ചേംബറിൽ. മറ്റൊന്ന് ലോക്കായതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് താങ്കൾ ചെയ്യേണ്ടത് ഇത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. തെളിവുകളില്ലല്ലോ, കോടതി പോയാലും നിലനിൽക്കില്ലല്ലോ. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ. താങ്കൾക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ താങ്കളോട് നമ്മൾ നേരത്തെ ഇരുന്നപ്പോൾ ഞാൻ സംസാരിച്ചത്. അത് ഇപ്പോൾ പ്രേക്ഷകരോട് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സിനിമ ഒരു ലക്ഷ്യമാണ്. ഇന്നലെ ഉണ്ണിച്ചേട്ടൻ പറയുന്നു താങ്കളൊരു സിനിമ ചെയ്യണമെന്നാണ് ഇനി ഫെഫ്കയുടെ ആഗ്രഹം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനും മനസ്സിലുണ്ടായിട്ട് തന്നെ പറഞ്ഞതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നില്ലേ? അല്ലേ? അതിന് മുന്നോട്ട് താങ്കൾ വരണം, അതിനുള്ള എല്ലാ സഹായവും ചെയ്യുന്നതാണ് ഇന്നലെ ഫെഫ്ക വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേട്ടോ. അത് നല്ലൊരു വാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്കൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല. അതെനിക്കും നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം പുതിയ ആൾക്കാർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് കിട്ടപ്പോൾ നല്ലതായിട്ട് തോന്നി. തീർച്ചയായിട്ടും ആ ഒരു സഹായം എന്തായാലും അവർ ചെയ്യും. അത്രയും അല്ലെങ്കിൽ ഒരിക്കലും താങ്കളെ വിളിക്കുകയോ അന്വേഷിക്കേണ്ട കാര്യം. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ പ്രശ്നത്തിന്. താങ്കളെ വിളിച്ച് അന്വേഷിക്കുന്നത് ആ റൂട്ട് ഏതാണെന്ന് അറിയാനും കൂടിയാണ് വിളിച്ചത്. പിന്നെ രഞ്ജിത്തേണ്ണായാലും ഇപ്പോഴും ഏത് സമയത്ത് എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ വിളിക്കുകയും സഹായിക്കുകയും എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. രഞ്ജിത്തേണ്ണ വിളിക്കുക, എന്തെങ്കിലും കാര്യങ്ങളുണ്ട് സംസാരിക്കാറുണ്ട്. പുള്ളി ഇതിലെ പോകുമ്പം ഇവിടെ ഹൈവേ വണ്ടിയിൽ തന്നെ വിളിക്കും, അങ്ങനെ പോയി മീറ്റ് ചെയ്ത് സംസാരിക്കാറുണ്ട്. രഞ്ജിത്തേണ്ണ അങ്ങനെ അവരോട് ഇപ്പോഴും സഹകരണം എല്ലാം ഉണ്ട്. സിനിമ ഞങ്ങളും ഒരുമിച്ച് നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഈ നേരത്തെ പറഞ്ഞ എല്ലാത്തിനും സമയമുണ്ടല്ലോ. അതെ, പിന്നെ ഓരോ സിനിമയ്ക്ക് ആർക്ക് എന്നുള്ളത് വിധിച്ചിട്ടുണ്ട്. അതും വിധിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും പ്രതീക്ഷിച്ച കാര്യമില്ല. സിനിമയാണ് ചീട്ടുകളി പോലെയാണ്, കായികമാണ്. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി. സിനിമ എടുക്കരുടെ അവസ്ഥ അതാണ്. ഞാൻ ഈ സിനിമ അഡ്വാൻസ് കിട്ടിയല്ല ലോക്കായി ഞാനിത് ഫേസ്ബുക്കിൽ ഇടുകയോ എങ്കിലും ചെയ്തില്ല. കാരണം എനിക്കറിയാം സിനിമ എനിക്ക് എൻ്റെ ഫീലുള്ള ആർക്കും അറിയില്ല. സിനിമ തുടങ്ങുവാന്ന് പോലും പറഞ്ഞില്ല നമ്മള്. ഞാൻ ഈ പണിക്ക് പോകുന്ന പടമൊക്കെ സ്റ്റീലിൻ്റെ ഞങ്ങളുടെ വർക്കൊക്കെ ഇടുന്നത്. സിനിമ ഇങ്ങനെയൊന്നും ഇട്ടിട്ടില്ല, ആർക്കും അറിയില്ല. കാരണം നമുക്കറിയാം തിയേറ്ററിൽ വന്നാലേ സിനിമ സംഭവിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഷൂട്ട് കഴിഞ്ഞ പടം തന്നെ ചിലപ്പോൾ നിന്ന് പോവാം, ഷൂട്ട് കഴിഞ്ഞ് പെട്ടിയിലായിട്ട് വേണം അവിടെ ഇരുന്ന് പോകാം, എന്ത് വേണമെങ്കിലും സിനിമ സംഭവിക്കാം. തിയേറ്ററിൽ എത്തിയാൽ മാത്രം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ സിനിമ ഇറങ്ങിയെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ എങ്ങും ഇത് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരുടെ സിനിമ ഇറങ്ങിയപ്പോൾ അത് അവരുടെ സമയമാണ്. അവരുടെ സിനിമയായിട്ട് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു. അത് ചെയ്യാനുള്ള യോഗം ചിലപ്പോൾ അവർക്കായിരിക്കാം. സിനിമാ പ്രവർത്തന നിലയിൽ അംഗീകരിച്ചു കൊടുക്കുന്നു. ഉണ്ടായ വിഷമം നമ്മൾ പറയുന്നു. ഇപ്പം തന്നെ നിഷാദ് പോയ പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടായി അത് എഴുതാൻ വേണ്ടി. അത് നടന്നില്ല. എന്തായാലും സ്ക്രിപ്റ്റ് എഴുതുന്നതിന് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒരാൾ ഒരു മുറിയിൽ അടച്ചിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഈ പറഞ്ഞ സിനിമ എഴുതി ഉണ്ടാക്കുക പറയുമ്പോൾ അതിന് എടുക്കുന്ന തലവേദന പിടിച്ച വലിയൊരു പണിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ 3 പേരും അനുഭവിച്ചിട്ടുണ്ട്. 3 പേരുടെ സാഹചര്യം വെച്ചിട്ട് പല ഇതിലായിരിക്കും. അവർക്ക് സിനിമയായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ആ രീതിയിലുള്ള ഇത് പോകും. നമുക്ക് പക്ഷേ 2 ട്രാക്കാണ്. ഒരു ട്രാക്കിൽ കൂടെ സിനിമ ഓടിക്കണം, ജീവിതം ഓടിക്കണം. 3 സ്ക്രിപ്റ്റ് റൈറ്റർമാരും മലയാളി ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും നിഷാദ് നിങ്ങളും എല്ലാം ഒരേപോലെ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതെ, സ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ ഭാഗ്യമാരുടെ കൂടെ നിൽക്കുന്നത് ആ ഭാഗ്യത്തിലൂടെ യാത്ര ചെയ്തത് മാത്രമേ ഉള്ളൂ അല്ലേ? പക്ഷേ ഈ പറഞ്ഞതുപോലെ മുന്നോട്ട് പോവുക. എന്ത് സഹായം ഉണ്ടെങ്കിൽ വിളിക്കാം എൻ്റെ ഫോൺ നമ്പറിൽ. നമുക്കാൾ കഴിയുന്ന സഹായം ചെയ്തു തരാം. താങ്കൾ ഇവിടെ വരുവും താങ്കൾ ഇന്ന് ജോലിക്ക് പോലും പോകാതെ എനിക്ക് ഈ സമയം ചെലവഴിച്ചാൽ ഒത്തിരി നന്ദിയുണ്ട്. പ്രാർത്ഥന ഉണ്ടാവും. താങ്കളുടെ കഷ്ടപ്പാടിന് ഫലം കാണും. ഒരു അസോസിയേഷൻ ഇന്നലെ പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൂടെ നിൽക്കുമെന്ന് എൻ്റെ വിശ്വാസം. അത്രയും അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾ കണ്ടാണ് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞത്. കൂടെ നിൽക്കും, മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ പോലെ കഥ എല്ലാ സ്ഥലത്തും പോയി പറയാതിരിക്കുക.
ആരെയും വിശ്വസിക്കാൻ, സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കില്ലെന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്, അല്ലേ? അങ്ങനെയല്ല പറയുന്നത്. അതെ. ആ ഒരു ചൊല്ലുണ്ടല്ലോ, നടന്നു വരുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. എവിടെയോ എന്തോ സംഭവിച്ചു, പാളിച്ചകൾ ആർക്കാ ഉണ്ടായെന്നറിയില്ല. താങ്കൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇനി എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ കൂടുതലായിട്ട്? അല്ല, ഈ ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. സിനിമ ഒരു സ്വപ്നമാണ്, സംഭവിക്കും, അങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്. ആ സ്വപ്നത്തിലൂടെ യാത്ര ചെയ്യുക, കൂടെ ഉണ്ടാവും. താങ്ക് യു രാജീവ്. ഓക്കെ.